ഗൂഡല്ലൂരിലെ 48 മണിക്കൂർ ഹർത്താൽ പൂർണ്ണം. വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റ് അടച്ചു. കടുവകളുടെയും കാട്ടാനകളുടെയും ആക്രമണത്തിൽ നിരവധി മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഹർത്താൽ നടത്തുന്നത്. വ്യാപാരികളും നാട്ടുകാരും പ്രാദേശിക സംഘടനകളും സംയുക്തമായാണ് ഹർത്താൽ നടത്തുന്നത്. മരണം ഉൾപ്പെടെ ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ വരുന്നവർക്ക് മാത്രമാണ് യാത്രാ സൗകര്യം അനുവദിക്കുന്നത്. 48 മണിക്കൂർ ഹർത്താലിന്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി തമിഴ്നാടിന്റെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇവിടെ താൽക്കാലികമായിട്ട് അടച്ചു നടക്കുന്നുണ്ട്. ഇവിടെ വഴിക്കടവ് തന്നെ കയറ്റി വിടുന്നില്ല. അവിടുത്തെ പോലീസുകാർ വന്നോട് പറഞ്ഞാണ് എവിടെ തമിഴ്നാട് പോലീസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ വൈക്കടവ് ആനമറി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തന്നെ തിരിച്ചു വിടാണ് അല്ലേ വണ്ടികൾ മുഴുവൻ? പോകേണ്ട ആളുകള് താമരശ്ശേരി വഴിക്ക് പോവാണ് നന്നാവുക. പക്ഷെ താമരശ്ശേരി പോവാണെങ്കിലും തമിഴ്നാട്ടിൽ കടത്തി വിടൂലല്ലോ. അല്ല, തമിഴ്നാട്ടിൽ കടക്കാറില്ല, മൈസൂര് ഭാഗത്ത് പോകുന്നുണ്ടല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ താൽക്കാലികമായിട്ട് അടച്ചു. കടകമ്പോളങ്ങൾ, പെട്രോൾ പമ്പുകൾ എന്നിവയെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. ഗൂഡല്ലൂരിൽ കടുവയും കാട്ടാനയും മനുഷ്യരുടെ ജീവനുകൾ എടുക്കുമ്പോൾ സർക്കാർ നടപടികൾ ശക്തമല്ലാത്തതാണ് ഹർത്താലിലേക്ക് കടക്കാൻ കാരണമായത്. 100 കണക്കിന് മലയാളി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖല കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.